പ്രൊഡ്യൂസർ അസോസിയേഷൻ ഭരിക്കുന്നത് ഗുണ്ടകളാണെന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസ് മീഡിയ വണ്ണിനോട്. സുരേഷ് കുമാറും സിയാദ് കോക്കറും അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയധികം ഗുണ്ടായിസം കാണിച്ചെങ്കിൽ അടച്ചിട്ട മുറിയിൽ എത്രമാത്രം കാണിക്കുമെന്നും സാന്ദ്ര ചോദിച്ചു. സൂക്ഷ്മ പരിശോധനയ്ക്കിടെ മാധ്യമങ്ങളെ അനുവദിച്ചത് തന്നെ അപമാനിക്കുക ലക്ഷ്യം വെച്ചാണ്. പത്രിക തള്ളിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ട്രഷറർ സ്ഥാനത്തേക്കും ഒപ്പം പ്രസിഡന്റ് സ്ഥാനത്തേക്കുമുള്ള നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയിരിക്കുകയാണ്. വലിയ നാടകീയ രംഗങ്ങളായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ സംഭവിച്ചത്. സാന്ദ്ര തോമസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാന്ദ്ര, നാടകീയ രംഗങ്ങളായിരുന്നു ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചെയ്ത 7 സിനിമകൾ മറ്റൊരു ബാനറിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ച്, അത്തരത്തിലൊരു കാരണം മാത്രം ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു നീക്കം. എന്താണ് അതിലൊരു പ്രതികരണം? ഇത് എന്നെ നാണം കെടുത്തുക, എന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുത്തുക, എന്നെ ഇത് നിഷ്പക്ഷമായിട്ടാണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി അവരൊരു ഡ്രാമയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ആദ്യം തന്നെ കലാസംഘം ഹംസ എന്ന് പറയുന്ന ആളുടെ 2 ബാനറിൻ്റെ പേരിലുള്ള സിനിമകൾ എടുക്കുന്നു. അയ്യോ ഇത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഡ്രാമ കാണിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ അപ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം വിശാഖിൻ്റെ 2 ബാനറിൻ്റെ പേരിലുള്ള സിനിമകൾ എടുക്കുന്നു. വിശാഖും ഇതേപോലെ തന്നെ 2 ബാനറിൻ്റെ പേരിൽ രണ്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും വിശാഖിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ എടുത്തതിന് ശേഷം എൻ്റെ അവർ റിജക്റ്റ് ചെയ്യുന്നു. എൻ്റെ റിജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ കാണാൻ പോലും തയ്യാറല്ല. അതിന് മുമ്പ് തന്നെ ഭരണാധികാരി പറയാണ് ഞാൻ റിജക്റ്റഡ് എന്ന്. അതെങ്ങനെയാണ്? എൻ്റെ ഓൾറെഡി രജിസ്റ്റേർഡാണ് അസോസിയേഷനിൽ. എന്നിട്ട് പോലും എൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് കാണാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. ഇത് മുൻകൂട്ടി തീരുമാനിച്ച് വെച്ച് ഭരണാധികാരിയെ പോലെ ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയൊരു നാടകമാണിത്. മാത്രമല്ല അവരെന്നെ ജനാധിപത്യ മാർഗത്തിൽ മത്സരിച്ച് തോൽപ്പിക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം ഇങ്ങനൊരു കാര്യം അവർക്കറിയാം അവർ തോൽക്കും നിന്ന് കഴിഞ്ഞ കാര്യം. ആ അസോസിയേഷനിലുള്ള മുഴുവൻ നിർമ്മാതാക്കൾക്കും ഇവരോട് എതിരഭിപ്രായമാണ്. അത്രയ്ക്കധികം അഴിമതിയും അത്രയ്ക്കധികം വേണ്ടാധീനവുമാണ് ആ അസോസിയേഷനിൽ കൊണ്ട് അവർ ഉപയോഗിച്ച് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും മാധ്യമങ്ങൾ അവിടെ ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും എൻ്റെ നേരെ കൈ ചൂണ്ടി കയർത്ത് ബഹളം ഉണ്ടാക്കി എന്നെ ഭയപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു അവിടെ പലരും. അത് സുരേഷ് കുമാർ എന്ന ഗുണ്ട മാത്രമല്ല, സിയാദ് കോക്കർ എന്ന ഗുണ്ടയും ആസ്ഥാന ഗുണ്ടകളാണ് അവരവിടുത്തെ. മനസ്സിലായി? ഇത് അവർ അസോസിയേഷൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിലും അവരാണ് ആ അസോസിയേഷൻ ഭരിക്കുന്നത്. അവരുടെ ഡമ്മികളാണ് ബാക്കി എല്ലാ പോസ്റ്റിലും ഇരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ശ്രീ ബി രാഗേഷ് എവിടെയെങ്കിലും സംസാരിച്ച് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള അസോസിയേഷൻ്റെ ചുമ്മാ പേരിന് ഡമ്മിയാക്കി വെച്ചുകൊണ്ട് ഈ പറയുന്ന സിയാദ് കോക്കറും സുരേഷ് കുമാറും പോലെയുള്ള ഗുണ്ടാ നേതാക്കന്മാരാണ് അവിടെ ഭരിക്കുന്നത്. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ നീതിക്ക് വേണ്ടി ഞാൻ പോരാടും. പോരാട്ടം തുടരും എന്ന് തന്നെയാണ് സാന്ദ്ര തോമസ് പറയുന്നത്. നിയമപരമായി ഇന്നത്തെ സംഭവം അടക്കം നിയമപരമായി നേരിടും എന്ന് തന്നെ സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നുണ്ട്. സച്ചിൻ സജിക്കൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1, കൊച്ചി.